ഹരിയാന ജമ്മു കശ്മീർ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫല പ്രഖ്യാപനം കഴിഞ്ഞ ഉടൻ തന്നെ മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിനോടൊപ്പം കേരളത്തിലെ വയനാട് ലോക്സഭാ മണ്ഡലം, പാലക്കാട്, ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പ് തീയതികൾ ഈ ആഴ്ച തന്നെ പ്രഖ്യാപിക്കും എന്നാണ് വിവരം. ഈ സാഹചര്യത്തിൽ മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. രാഹുൽ ഗാന്ധി ഒഴിയുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്ന് കോൺഗ്രസ് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. 3,64,422 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ മണ്ഡലം നിലനിർത്തിയത്. അതിനേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക മണ്ഡലം നിലനിർത്തുമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. ഷാഫി പറമ്പിൽ വടകരയിൽ നിന്ന് ലോക്സഭയിലേക്ക് പോയതോടെ ഒഴിവന്ന പാലക്കാട് സീറ്റ് നിലനിർത്തുക എന്നതാണ് കോൺഗ്രസിന്റെ മുന്നിലുള്ള മറ്റൊരു വെല്ലുവിളി. പാലക്കാട് UDFന്റെ രാഹുൽ മങ്കൂട്ടത്തിനാണ് പ്രഥമ പരിഗണനയെങ്കിലും VT ബൽറാമിന്റെയും ഡോക്ടർ P സരണിന്റെയും പേരുകൾ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആലത്തൂരിൽ രമ്യ ഹരിദാസും പാലക്കാട് KA തുളസിയും പരിഗണനയിലുള്ളതാണ് വിവരം. K രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് പോയ സാഹചര്യത്തിലാണ് ചേലക്കരയിൽ തിരഞ്ഞെടുപ്പ് വേണ്ടിവരുന്നത്. എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച രമ്യ ഹരിദാസ് കോൺഗ്രസിന് വേണ്ടി കളത്തിലിറങ്ങുമെന്ന അഭ്യൂഹം ശക്തമാണ്. മഞ്ചേശ്വരം തിരഞ്ഞെടുപ്പ് കേസിൽ നിന്ന് കുറ്റവിമുക്തനായ സാഹചര്യത്തിൽ പാലക്കാട് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രനാണ് മത്സരിക്കാൻ സാധ്യത. അല്ലാത്തപക്ഷം C കൃഷ്ണകുമാർ, ശോഭ സുരേന്ദ്രൻ തുടങ്ങിയവർക്കായിരുന്നു NDA സ്ഥാനാർത്ഥിയായി BJP പരിഗണിക്കുന്നത്. ആനി രാജയെ പോലുള്ള ദേശീയ നേതാക്കളെ ഇറക്കി മത്സരം കടുപ്പിക്കാമെന്നാണ് CPIയിൽ ഉയർന്ന പ്രാഥമിക ചർച്ച. എന്നാൽ തിരഞ്ഞെടുപ്പിൽ നിന്ന് ആനി രാജ വിട്ടുനിൽക്കുന്ന സാഹചര്യത്തിൽ പൊതു സ്വതന്ത്രനെ നിർത്തുന്നതും മുന്നണിയുടെ പരിഗണനയിലുണ്ട്. LDF സ്ഥാനാർത്ഥിയായ ഡോക്ടർ UR പ്രദീപ് ആയിരിക്കും ചേലക്കരയിൽ നിന്നും മത്സരിക്കുക. അതേസമയം പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി പട്ടിക അടുത്ത വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സമർപ്പിക്കാൻ ജില്ലാ കമ്മിറ്റിയെ CPM നിയോഗിച്ചതായാണ് വിവരം. കേരളത്തിലെ അടുത്ത കാലത്തായി മാറി വരുന്ന സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ ഉപതിരഞ്ഞെടുപ്പുകൾ സർക്കാരിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ നിർണായകമാണ്. ഗുരുതരമായ ആരോപണങ്ങളും വിമർശനങ്ങളും നേരിടുന്ന മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും ജയത്തിൽ കുറഞ്ഞതൊന്നും മതിയാവില്ല. മറുവശത്ത് പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് തെളിയിക്കാൻ ജയം കൂടിയേ തീരൂ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോകൾ ഉടനടി ലഭ്യമാകുന്നതിന് സബ്സ്ക്രൈബ് ബട്ടണിലെ ഓൾ ഐക്കൺ എനാബിൾ ചെയ്യാനും മറക്കരുത്.